ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധാർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ധ്യായേദജാനുഭാവം നതജടധനുഷം രക്തപത്മാസനസ്ഥം പീതം വാസോപസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരതാപം നാനാലങ്കാരവീക്ഷം ജഗതമതിജടാമണ്ഡലം രാമചന്ദ്രം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ശൂർപ്പണഖാവിലാപം. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജന ശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായി അലറും ഭഗിനിയോട് അവനു മുര ചെയ്താൻ. എന്തിതും വത്സേ ചൊല്ലിയിടെന്നോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം നന്ദിയിടുവാൻ. ശക്രനോ കൃതാന്തനോ വാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തവൻ തന്നെ ഞാൻ ഒടുക്കുവാൻ സത്യം ചൊല്ലുന്ന നേരവും അവൾ ഉര ചെയ്താൽ എത്രയും മൂടൻ ഭവാൻ. പ്രമത്തൻ ബാനസക്തൻ ശ്രീജിതനദീഷടനെന്തെന്നറിഞ്ഞിരിക്കുന്നു രാജാവെന്നെന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃത. ചാരശുശ്രൂസും വിചാരവുമില്ലേതും നിത്യം നാരീ സേവയും ചെയ്തു കിടന്നിടയാണെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഭരദോഷാദി തൃശരാക്കർ കൂട്ടമേ 14,000 മുടിഞ്ഞതും. പ്രഹരാർത്ഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തോരു കഷ്ടമോർത്താൽ എന്നതു കേട്ട് ചോദിച്ചിടിനാൻ ദശാനനൻ എന്നോട് ചൊല്ലിയിടവൻ രാമനാകുന്നതെന്നും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നു വന്നാൽ അന്തകൻ തനിക്കു നൽകിയിടും അവനെ ഞാൻ. സോദരീ ചൊന്നാൾ അതു കേട്ടു രാവണനോട് യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. ഞാൻ ഒരു ദിനം ജനസ്ഥാനദേശത്തിങ്കൽ നിന്ന് ആനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം കാനനത്തൂടെ ചെന്നു ഗൗതമീ തടംബുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കും നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലവും പൂണ്ട് ശാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മധാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും ഭാമിനി തന്നെ കണ്ടാൽ നാരികളവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവ നാഗമാനുഷ നാരിമാരിലേപം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവി താനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണി താനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചിടും അവളെ വഴി പോലെ. കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാം വികൽപ്പമില്ലൽപ്പവും അതിനിപ്പോൾ. ത്വൽപത്നിയാക്കിയിടുവാൻ തക്ക അവളെന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുമ്പെട്ടേൻ. മൽക്കുജ നാസാകർണഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവൻ നിയോഗത്താൽ വൃത്താന്തം കരനോട് ചെന്നു ഞാൻ അറിയിച്ചേൻ. യുദ്ധാർത്ഥം നക്തഞ്ചരാ നീകിനിയോടും അവൻ രോഷവേഗേന ചെന്നു ഏറ്റ നേരം നാഴിക 3.75 കൊണ്ടവൾ അവനൊടുക്കിനാൻ ഭസ്മമാക്കിയിടും പിണങ്ങിയിടുകൾ വിശ്വംഷണാൽ. വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. നിങ്ങളാക്കിയിടുവാൻ തക്കവണ്ണം ഉത്സാഹം ചെയ്തിടുവിൽ എത്രയും നന്നു ഭവൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവതാരേ.
ദേവാരാധേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ. കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ടുപോരുകയുള്ളൂ. സോദരീ വചനങ്ങൾ ഇങ്ങനെ കേട്ട നേരം സാദരവാക്യങ്ങൾ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലകം ബുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയും ഉണ്ടാകുമൂലം. എത്രയും ഓർത്തോളം ഇതമൊരു മർത്യനാൽ മുന്നേ 3/4 നാഴിക നേരം കൊണ്ട് ശക്തനാം നക്തഞ്ചരപ്രവരൻകരൻ താനും യുദ്ധവൈദഗ്ധ്യമേറും സോദരീരുവരും പത്തികൾ 14,000 മുടിഞ്ഞുപോൽ. വ്യക്തം മാനുഷനല്ല രാമൻ എന്നതു നൂനം. ഭക്തവത്സലനായ ഭഗവാൻ പരമേശ്വരൻ മുക്തിദാനൈകമൂർത്തി മുകുന്ദൻ മുക്തിപ്രിയൻ ദാതാവു മുന്നം പ്രാർത്ഥിച്ചോരു കാരണം ഇന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നപ്പോൾ എന്നെ കൊല്ലുവാൻ ഒരുമ്പെട്ടു എങ്കിലോ ചെന്നു വൈകുണ്ഠരാജ്യം പരിപാലിക്കാമല്ലോ. അല്ലെങ്കിൽ എന്നും വാഴാം രാക്ഷസ രാജ്യം എന്നാൽ അല്ലലില്ലൊന്നുകൊണ്ടും മനസ്സിൽ രൂപിച്ചാൽ കല്യാണപ്രദനായ രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാനൊന്നുകൊണ്ടും. ഇത്തമാത്മനി ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തത്വജ്ഞാനത്തോടും കൂടന്ത്യ അത്യാനന്ദവും പൂണ്ടാൻ. സാക്ഷാൽ ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞതാ രാക്ഷസപ്രവരനും പൂർവവൃത്താന്തമോർത്താൽ വിദ്വേഷബുദ്ധിയ രാമൻ തന്നെ പ്രാപിക്കേയുള്ളൂ. ഭക്തി കൊണ്ട് എന്നിൽ പ്രസാദിക്കയില്ല അഖിലേശൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാവണ മാരീച സംവാദം. ഇത്തരം നിരൂപിച്ചു യാത്രയും കഴിഞ്ഞതോ ചിത്രഭാനുവും ഉദയാർദിമൂർത്തി വന്നു. തേരിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി പാരാതെ പാരമാം തീരം തത്ര മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം. ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ച ആനന്ദാത്മകമായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും ലൗകികാത്മാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ട് സംഭ്രമത്തോടുത്ഥാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും പൂജിച്ചു യഥാവിലി മാനിച്ചു ദശകണ്ഠൻ. യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും എന്തൊരാഗമനമിതേകനായി തന്നെയൊന്നും ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ. ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളോരിൽ മുമ്പനല്ലോ. ന്യായമായി നിഷ്കൽഷമായിരിക്കുന്ന കാര്യം മായമെന്നിയെ ചെയ്യുവാൻ മടിയില്ലെനിക്കേതും. മാരീചവാക്യം മേവം കേട്ടു രാവണൻ ചെന്നാൻ ആരുമില്ലെനിക്കു നിന്നെ പോലെ മുട്ടും നേരം. സാകേതാധിപനായ രാജാവ് ദശരഥൻ ലോകൈകാധിപനുടെ പുത്രന്മാരുണ്ടുപോൽ രാമലക്ഷ്മണന്മാരിന്നിരുവരുമതകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ. ബലാൽ എന്നുടെ ഭഗിനിതൻ നാസിക കുജങ്ങളും കർണവും ഛേദിച്ചിതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 10,000 അവരെയും നിന്നുതാൻ ഏകനായിട്ടെതിർത്തൂരണത്തിങ്കൽ കൊന്നിതു 3/4 നാഴിക കൊണ്ടു രാമൻ. പ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവതരിഞ്ഞു നീ. ഹേമവർണ്ണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ. വാമഗാത്രിയെ അപ്പോൾ കണ്ടു ഞാൻ പോന്നിടുവൻ. നീ മമാ സഹായമായിരിക്കും മനോരഥം മാമകം സാധിച്ചിടുമില്ല സംശയമേതം. ദിഗന്ധരവാക്യം കേട്ടു മാരീചനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ. ആരുപദേശിച്ചിതു മൂലനാശകനായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പോരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവാൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്ക് തൊഴിലറിയ നീ.
രാമചന്ദ്രനുള്ള ഭീതി കൊണ്ടകതാരിൽ മാമകേ രാജരത്ന രമണീയ രഥാദികൾ കേൾക്കുമ്പോൾ അതിഭീതനായുള്ളൊരു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊള്ളുക നീയും. ശ്രീനാരായണൻ പരമാത്മാവ് തന്നെ രാമൻ, ഞാനതിൻ പരമാത്മാവറിഞ്ഞേൻ കേൾക്ക നീയും. നാരദാദികൾ മുനിശ്രേഷ്ഠന്മാർ പറഞ്ഞു പണ്ടോരോരോ വൃത്താന്തങ്ങൾ കേട്ടേൻ പൗലസ്ത്യ പ്രഭുവും. പത്മസംഭവൻ മുന്നം പ്രാർത്ഥിച്ച കാലം നാഥൻ പത്മലോചനൻ അരുൾ ചെയ്തിതു വാത്സല്യത്താൽ. എന്തു ഞാൻ വേണ്ടുന്നതു ചൊല്ലുകെന്നതു കേട്ടു ചിന്തിച്ചു വിധാത വർദ്ധിച്ചു ദയാനിധേ. നിന്തിരുവടി തന്നെ മാനുഷവേഷം പൂണ്ടു പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം മടിയാതെ. അങ്ങനെ തന്നെ എന്നു സമയം ചെയ്തു നാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം. മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനെന്നു ധരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാം. പോയാലും പുരമ്പുക്കു സുഖിച്ചു വസിക്ക നീ, മായാ മാനുഷൻ തന്നെ സേവിച്ചു കൊള്ളുക നിത്യം. എത്രയും പരമകാരണികൻ ജഗന്നാഥൻ ഭക്തവത്സലൻ ഭജനീയൻ ഈശ്വരൻ നാഥൻ. മാരീചൻ പറഞ്ഞത് കേട്ട് രാവണൻ ചെന്നാൻ, നേരത്രേ പറഞ്ഞതു നിർമ്മലനല്ലോ ഭവാൻ. ശ്രീനാരായണ സ്വാമി പരമൻ പരമാത്മാൻ താൻ അരവിന്ദോത്ഭവൻ തന്നോടു സത്യം ചെയ്തു. മർത്തനായി പിറന്നെന്നെ കൊല്ലുവാൻ ഭാവിച്ചതും സത്യസങ്കൽപ്പനായ ഭഗവാൻ താനെങ്കിലോ പിന്നെ യൗവണ്ണമെല്ലാം നാക്കുവാനാളാരടോ. നന്നജ്ഞാനം ഞാനിങ്ങനെ ഓർത്തിയിലൊട്ടും ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം. ചെന്നു മൈഥിലി തന്നെ കണ്ടു പോരുക വേണം. ഉത്തിഷ്ട മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്ന് എത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നേ പോലെ. ഒന്നിനെ മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതുണ്ടു തന്നെ. വാൾക്കൂണാക്കിയിടുന്നതുണ്ട് ഇന്നു തന്നെ എന്നത് കേട്ടു വിചാരിച്ചു മാരീചനും. നന്നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ച ആമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാക്ഷസരാജാ ഭവാൻ ആജ്ഞാപിച്ചാലുമെങ്കിൽ സാക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊള്ളുക പോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നൊരു പൊന്നിറമായുള്ളൊരു മൃഗവേഷവും പൂണ്ടാൻ. പങ്ക്തികന്ധരൻ തേരിലമ്മാറ് കരേറിനാൻ, ചെന്താർ ബാണനും തേരിലേറിനാൻ. അതു നേരം ചെന്താർ മാനിനിയായ ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസ്യനും അന്ധനായി ചമഞ്ഞിതോ. മാരീജൻ മനോഹരമായൊരു പൊന്മാനായി ചാരു പുള്ളികൾ വെള്ളി കൊണ്ടു രത്ന നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്തു മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിൽ ഉൾപ്പുക്കും. പിന്നെ വേഗേന പുറപ്പെട്ടും തുള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാശ്രാമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്ദുമുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ. രാവണ വിചേഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ, കാന്തേ കാന്തേ കേൾനീ, രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോകുമവനിപ്പോൾ ഭിക്ഷുരൂപേണ വരുമന്തികെ ജനകജേം. നീയൊരു കാര്യം വേണം അതിനു മടിയാതെ, മായാ സീതയെ പർണശാലയിൽ നിർത്തിയിടണം. വന്യമണ്ഡലത്തിങ്കൽ മറഞ്ഞു വസിക്ക നീ ധന്യേ. രാവണവധം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കലൊരാണ്ടിരുന്നിടണം ജഗദാശ്രയഭൂതേ സീതേ ധർമ്മരാക്ഷാർത്ഥിയും ദാർത്ഥം പ്രിയേ. രാമചന്ദ്രോക്തി കേട്ടു ജാനകി ദേവിദാനം കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വന്യമണ്ഡലത്തിങ്കൽ ചെന്നിരുന്നു മഹാവിഷ്ണുമായയും. അപ്പോൾ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോട് ഉര ചെയ്താൾ. ഭർത്താവെ കണ്ടില്ലയോ കനകമയ മൃഗം,
എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതുമെത്രയോ മടുത്തു വന്നിടുന്നു, മെരുക്കമുണ്ടത്രയോമെന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരൂ എന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ, മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതു താനന്മാരുണ്ടോ കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തു കൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായതു നേരം. എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസാവേഷം പൂണ്ടാൻ. മാരീജൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീജനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാവം. ഹാഹാ ലക്ഷ്മണ മമ പ്രാതാവേ സഹോദര, ഹാഹാ മേ വിധി ബലം ബാഹിമാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയില്ലേ, പവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചു കൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണൻ അതു കേട്ടു ജാനകിയോടു ചൊന്നാൻ, ദുഃഖിയായ കാര്യേ ദേവി കേൾക്കണം മമ വാക്യം. മാരീജൻ തന്നെ പൊന്മാനായി വന്നതവൻ, നല്ല ചോരനത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടു പോയകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി ഗന്ധരൻ തനിക്കതിനുള്ളുപായം എന്തറിയാതെ അരുൾ ചെയ്യുന്നതത്രയെല്ലാം. ലോകവാസികൾക്കാരും ജയിച്ചു കൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകീലരക്ഷണാൽ വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും. അങ്ങനെയുള്ള രാമൻ തൻ ഭുജത്തിൽ നിന്നിങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാഥേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി മാനസേ വളർന്നൊരു കോപത്തോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാനളു അതു നേരം. രക്ഷോ ജാതിയിൽ ഇത്ര നീയുമുണ്ടായി നൂനം. പാതൃനാശത്തിനെത്ര കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ. ഞാനിതോർത്തില്ലല്ലോ. കാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യാർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനു. നാശം വന്നാൽ ഗൂഢമായി എന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ലതാനുമിന്നൂമൽ. പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും ചേതസി ഭാര്യാഹരണോദ്യാതനായ നിന്നെ സോദര ബുദ്ധ്യാ ധരിച്ചില്ല രാഘവനേതും. രാമനെ ഒഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കുകേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൻ. നിനക്കു നാശമടുത്തിരിക്കുന്നിതു ഭാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തു കൂടാതാനും. ഇത്തരം ചൊല്ലിത്തരുവാൻ തോന്നിയതെന്തേ ചണ്ഡി ദിക്തതി ക്രൂരചിത്തം നാരികൾക്കെല്ലാം
വനദേവതമാരെ പരിപാലിച്ചു കൊൾവിൻ മനുവംശാധീശ്വര പത്നിയെ വഴിപോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും അന്തരം കണ്ടു ദശകന്ധരൻ മതാന്ത ബാണാന്തനായി അവതരിച്ചിടിനാൻ അവനിയിൽ എടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായ സീതാദേവിയും വിനീതയായി നത്വാ സമ്പൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും രത്വാ സാഗതവാക്യമുക്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധേ ഭർത്താവ് വരും ഇപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും ചുട്ടുതാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനെ കമനീയാങ്കി നീയാരം ഹാരോമലെ ചൊല്ലിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠൂരജാതികളാം രാക്ഷസാരാധിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനെ വാഴുന്നതെന്തോരായുധ പാണികളുമില്ലല്ലോ സഹായമായി നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും മേദിനി സുതയതു കേട്ടുര ചെയ്തിടിനാൾ മേദിനീപതി വരനാം അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠാനന്ദനായ രാമൻ അത്ഭുത വീര്യൻ തന്നെ ധർമ്മഭഗ്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും മൃദുരാജ്ഞയാ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകാവനം തന്നിൽ 14 ആണ്ടു കഴിവോളവും വേണം താനും മതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും നിന്തിരുവടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനായി എഴുന്നള്ളി ചൊല്ലണം പരമാർത്ഥം എങ്കിലോ കേട്ടാലും നീ മംഗലശീലേ ബാലേ പങ്കജ വിലോചനെ പഞ്ചബാണാധിവാസേ പൗരസ്ത്യതനയനാം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കലെന്നെ അറിയാതുള്ളും നിർമ്മലേ കാമാപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലമതിന്നു നീ പോരേണം മായാസാകം ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേന്തവ ലോകസുന്ദരി നാഥേ താപസവേഷം പൂണ്ട രാമനാൽ എന്തു ഫലം താപം ഉൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും രാവണവാക്യമേവം കേട്ടതി ഭയത്തോടും ഭാവവൈവർണ്യം പൂണ്ടു ജാനകി തൊന്നാൾ മന്ദം കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ മേദിനീപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരീഷ് പത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇതു ന്യൂനം ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ അന്നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സമീപം ദശാനനം വിംശതി മഹാഭുജം അഞ്ജനാശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും രാഘവ പത്നിയെയും തേരതിലെടുത്തു വെച്ചാകാശമാർക്കെ ശീഘ്രം പോയിതു ദശാസ്യനും ഹാഹാ രാഘവ രാമ സൗമിത്രേ കരുണാപ്തേ ഹാഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരാം. ജടായുരാവണ യുദ്ധം. ഉത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്താനം ചെയ്തെത്തിനാൻ ജടായുവും തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമി തൻ പത്നിയെയും
കട്ടുകൊണ്ടെവിടേക്ക് പോകുന്നു മൂഢാത്മാവെ? അധ്വരത്തിങ്കൽ ചെന്ന് ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നത് പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും വൃത്രരാജനുമൊരു പത്രവാനായുള്ളൊരു ക്രുത്തരാജനെ പോലെ വൈരത്തോടതി ക്രുദ്ധനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. നബ്ദിയും പത്രാനിൽ അക്ഷുബ്ധനായി ചമയുന്നിത് അദ്രികളിളകുന്നു വിദ്രുതം അതുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടു താനനങ്ങളും കീറി മുറിച്ചു വശം കെട്ടു തൃഷ്ണതുഷ്ടാഗ്രം കൊണ്ട് തേർത്തടം തകർത്തിരു കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രവരനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും ഒടുങ്ങിതെന്നാർത്തി പൂണ്ടുഴന്നൊരു ഇന്ദ്രനപ്പോഴും പുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരാ ഓർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ വക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറിത്തെറ്റെന്നു നടകൊണ്ടാൻ. മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോർ ഇറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞു. ഉത്തമനായ നിന്റെ ജീവനും പോകായികെന്ന് പൃഥ്വിപുത്രിയും വരം പത്രിരാജന് നൽകി. പൃഥ്വിമണ്ഡലമകന്നാശു മേൽപോട്ടു പോയാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അയ്യോ രാഘവാജകന്നായക ദയാനിധേ, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ? രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരുമില്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നീ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാദയാനിധേ. രാമ രാമ രാമാത്മാ രാമ ലോകാഭിരാമ രാമ, ഭൂമി ദേവിയുമെന്നെ വെടിഞ്ഞാളിതു കാലം. പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ, കൗണാപാധിപനെ എന്നെ കൊന്നു ഭക്ഷിക്കും മുമ്പേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ. സത്വചേതസാ മഹാസത്വവാരിധേ നാഥ, ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനെത്തുമെന്നാശങ്കയാ നക്തഞ്ചരൻ. ചിത്തവേഗേന നടന്നിടിനാനതു നേരം, പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കുന്ന നേരം. അത്രീനാഥാഗ്രേ കണ്ടു പഞ്ച വാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമഴിച്ചു തന്നുത്തരീയാർത്ഥാഖണ്ഡം കൊണ്ടു ബന്ധിച്ചു രാമഭദ്രനു കാൺമാൻ യോഗം വരികന്നകതാരിൽ. സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചിതു സീതാദേവി, മത്തനാം നക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ. അബ്ധിയോ മുത്തീര്യതൻ പത്തനം ഗത്വാ തൂർണം ശുദ്ധാന്ത മധ്യേ കാനനദേശേ ശുദ്ധഭൂതലേ ശിംശിവാതരുമൂലേ. ഹൃദ്യമാരായ നിജാരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തന്റെ വസ്ത്യാമുൾപ്പുക്കു വസിച്ചിടിനാൻ ദശാനനൻ. ഉത്തമോത്തമയായ ജാനകി ദേവി പാതിവൃത്യാമാശ്രിത്യ വസിച്ചിടിനാളതു കാലം. വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സംതപ്തയാം ചിത്തത്തോടും രാമേതി ജപാധാന നിഷ്ഠയാ ബഹു യാമിനീചരകുല നാരികളുടെ മധ്യേ നീഹാരശീതാതപവാദാവിടെയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവരാത്രം ലങ്കയിൽ വസിച്ചിതാകന്ധമുൾക്കൊണ്ടു മായാസങ്കടം മനുഷ്യജന്മത്തിങ്കലാർക്കില്ലാത്തോ.
രാമനും മായാമൃഗവേഷത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരീചാസുരമിതു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാടു നടന്നോരനന്തരം ബാലകൻ വരവിഷ്ടൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതും അറിഞ്ഞില്ലല്ലോ പരമാർത്ഥം ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരും. രക്ഷോനായകൻ കൊണ്ടുപോയതു മായാ സീത. ലക്ഷ്മി ദേവിയെയുണ്ടോ മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഇക്കാര്യവും വന്നുകൂടാം. ദുഃഖിച്ചു കൊള്ളുക താനും പ്രാകൃതൻ എന്ന പോലെ മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോനായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടും കൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലെ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടുപോകാം അയോധ്യയ്ക്കു വൈകാതെ പിന്നെ. അക്ഷയധർമ്മത്തോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാർത്ഥിക്ക നിമിത്തമായർക്ക വംശത്തിങ്കൽ ഞാൻ മർത്തനായി പിറന്നിതു. മനുഷ്യനാകുമെന്നുടെ ചരിതവും വൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർക്കേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിച്ചു ഞാൻ പ്രാകൃത പുരുഷനെ പോലെ എന്നകതാരിൽ നിർണയിച്ച അവരജനോടരുൾ ചെയ്തിടിനാൻ. വർണ്ണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസ. അവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ട ജാതികൾക്കെന്തോന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി. ഹാഹാ ലക്ഷ്മണ പരിത്രാഗി സൗമിത്രേ ശീഘ്രം. ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരണ്ടൻ വിലാപങ്ങൾ കേട്ടു മുക്താഗാത്രിയും നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലാപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കെന്നോടരുൾ ചെയ്തു. ഇത്തരം നാദം മമ ഭർത്താവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതം ഇതു നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചൊന്നാൻ എന്നതു കേട്ടു ദേവി പിന്നെയു മുര ചെയ്താൾ എന്നോടു പലതരമിവയെല്ലാം ഇപ്പോൾ നിന്തിരു മുൻപിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. ദന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ ശങ്കയുണ്ടായിടാമോ. ദുർവചനങ്ങൾ കേട്ടാൽ ദോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ ഭോഷണൻ ത്രയുമെന്നു നീ അറിയുന്നതില്ലേ. രക്ഷസാംബരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞില്ല. ഇങ്ങനെ നിനച്ചുടാനാന്തർ ഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടത്രയും വിലാപിച്ചാൻ. നിഷ്കളാത്മജാരാമൻ നിഷ്ഗുണാത്മാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ ഹാഹാ മൈഥിലീനാഥേ ഹാഹാ ജാനകി ദേവി ഹാഹാ മൽപ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തന്നെ നീ വെളിച്ചത്തു വന്നിടൂ മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു വനജ്യേഷ്ഠനെയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷിസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മളാങ്കി അക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം.
വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു ഇത്തരമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്വരം നിങ്ങളെ തിരഞ്ഞെങ്ങുമേ കണ്ടില്ലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേകനൻ അചലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ മായാമനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖ ഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായകയാൽ. നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഋഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമസ്തുതേ. സമസ്താപരാധം സമശ്വായ കൽപ്പതേ. രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.